ഹലോ, നമസ്കാരം. നിങ്ങൾക്കറിയാമോ, അതായത് നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് എന്ന ഡെഫിനേഷനിൽ ഉൾപ്പെടുന്ന ഒരു കമ്പനി ആണെങ്കിൽ, കമ്പനി മാത്രമല്ല, കമ്പനി ആവാം, LLP ആവാം, അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് പാർട്ട്ണർഷിപ്പ് വരെ ആവാം. അങ്ങനെയാണെങ്കിൽ 3 വർഷത്തേക്ക് നിങ്ങൾക്ക് ടാക്സ് ഒന്നും അടയ്ക്കണ്ട. യെസ്, 0 ആണ് നിങ്ങളുടെ ടാക്സ്. സോ എന്താണ് അതിന് വേണ്ട എലിജിബിലിറ്റി എന്ന് നമുക്ക് നോക്കാം. സോ നിങ്ങളുടെ കമ്പനി അല്ലെങ്കിൽ LP സ്റ്റാർട്ട് ചെയ്തിട്ട് 10 ഇയേഴ്സ് ആവാനേ പാടുള്ളൂ. സോ വിത്തിൻ എ ടൈം സ്പാൻ ഓഫ് 10 ഇയേഴ്സ് വേണം ഈ ഒരു ക്ലെയിം എടുക്കണമെങ്കിൽ. ഈ സെക്കൻഡ് എലിജിബിലിറ്റി, അതിൻ്റെ വാർഷിക വിറ്റുവരവ്, അതായത് ആനുവൽ ടേൺ ഓവർ 100 crores കൂടാൻ പാടില്ല. ഇനി തേർഡ്, നമ്മുടെ കമ്പനി അല്ലെങ്കിൽ LLP ഫോം ചെയ്തിരിക്കുന്നത് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ യുണീക്നെസ് കാണിക്കാൻ പറ്റണം. അതുമല്ലെങ്കിൽ അത് കുറേ പേർക്ക് ജോലി തരാൻ, അതായത് നേഷൻസ് ജോബ് ബിൽഡിംഗ് എന്നൊരു മെയിൻ ഒബ്ജക്റ്റീവിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനവുമായിരിക്കണം. ഇനി ഇത് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. സോ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ പോയിട്ട് DPIIT റെക്കഗ്നിഷൻ എടുക്കുക. അതിനൊരു യുണീക്ക് കോഡ് അല്ലെങ്കിൽ നമ്പർ നിങ്ങൾക്ക് അലോട്ട് ആവും. അതിനുശേഷം സെക്ഷൻ 80IAC എന്ന സെക്ഷൻ അപ്ലൈ ചെയ്ത് ടാക്സ് എക്സംഷൻ എടുക്കുക. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ കുറേ ഡോക്യുമെൻറ്റ്സും നമ്മുടെ കമ്പനീൻ്റെ പ്രൂഫും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യണം. അതിൽ മെയിൻലി പറയുന്നത് ഇതാണ്, അതായത് നമ്മൾ എങ്ങനെയാണ് യുണീക്ക് ആവുന്നത്, നമ്മളെങ്ങനെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാൻ സഹായിക്കും, നേഷൻ ബിൽഡിങ്ങിന് നമ്മളെങ്ങനെ സഹായിക്കും. സോ ഡെഫിനറ്റ്ലി അതൊരു പ്രൊജക്റ്റ് റിപ്പോർട്ട് മോഡലിൽ നമുക്ക് നല്ല രീതിയിൽ അതിനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയാൽ ഈ 3 years ടാക്സ് എക്സംഷൻ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഒരു ബോണസ് ടിപ്പും കൂടി പറഞ്ഞു തരാം. അതായത് നിങ്ങൾക്ക് DPIIT റെക്കഗ്നിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് ഏഞ്ചൽ ടാക്സ് റിലീഫ്, അതെ, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ടാക്സ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ആ ഒരു റിലീഫ് കൂടി നമുക്ക് എടുക്കാൻ പറ്റും. സോ സ്റ്റാർട്ടപ്പ് വേൾഡിൽ ഇതിൽ വലിയൊരു ടാക്സ് ബ്രേക്ക് നമുക്ക് കിട്ടാനില്ല. സോ സ്റ്റേ അവെയർ, സ്റ്റേ കംപ്ലയൻറ്റ്. This is Nitin and I speak on finance and compliance.